ചരിത്രത്തിലാദ്യമായി ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ തലസ്ഥാന കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയെ ഡിസംബർ 26-ന് പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതുവരെ കുറച്ച് സസ്പെൻസ് ഇരിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ മേയറെ കണ്ടെത്താനുള്ള ചർച്ചകൾ പാർട്ടിയിൽ സജീവമാണ്. കണ്ണൂരിൽ സംസ്ഥാന നേതൃയോഗം ഇന്ന് നടക്കുന്നുണ്ട്. യോഗത്തിൽ ചർച്ചകൾ ഉണ്ടാകും. എന്നാൽ ഡിസംബർ 24, 25 തീയതികളിലായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുക. ഇപ്പോഴും വി രാജേഷ്, ആർ ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ് സജീവമായിട്ടുള്ളത്. മറ്റൊരു സർപ്രൈസ് പേര് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി അധികാരത്തിലെത്തിയത് ചരിത്ര നിമിഷമാണ്. നഗരത്തിന്റെ വികസനത്തിനായി ബി.ജെ.പി വലിയ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. അധികാരമേറ്റ് 45 ദിവസത്തിനകം തിരുവനന്തപുരത്തിന്റെ വികസന ബ്ലൂ പ്രിന്റ് പുറത്തിറക്കും. ഈ വികസന പദ്ധതികളുടെ പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇതിനിടെ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കോൺഗ്രസും CPM-ഉം തീരുമാനിച്ചിട്ടുണ്ട്. R.P. ശിവജി CPM സ്ഥാനാർത്ഥിയാകും. 24 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തീരുമാനിക്കും. കോർപ്പറേഷനിൽ വലിയ പരാജയമുണ്ടായി, ഉത്തരവാദിത്തമുള്ളവർ ചുമതല നിർവഹിച്ചില്ല എന്നാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്ന വിമർശനം. വിഷയത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പാർട്ടി നീക്കം. 4 പതിറ്റാണ്ട് നീണ്ട ഇടതുഭരണം അവസാനിപ്പിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി അധികാരത്തിലെത്തിയത്. വലിയ ആവേശത്തോടെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനൊപ്പം അംഗങ്ങൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയത്. തലസ്ഥാനത്തെ മേയർ ആരായിരിക്കുമെന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടുമില്ല. ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്ന് LDF-ഉം UDF-ഉം വ്യക്തമാക്കി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഘോഷയാത്രയായാണ് ബി.ജെ.പി അംഗങ്ങൾ ഇന്നലെ കോർപ്പറേഷനിലേക്ക് സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കറും മറ്റു പ്രമുഖ നേതാക്കളും ജാഥയിൽ അണിനിരന്നു. ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിന്റെ കുറവ് കാര്യമാക്കുന്നില്ലെന്നും മേയർ പ്രഖ്യാപനത്തിലെ സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെയെന്നും പ്രകാശ് ജാവദേക്കറും രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കി. വി രാജേഷോ അതോ ആർ ശ്രീലേഖയോ അതുമല്ലെങ്കിൽ മറ്റൊരു സർപ്രൈസ് വ്യക്തി മേയർ ആകുമോ എന്നതിലാണ് സസ്പെൻസ് തുടരുന്നത്. 2 സ്വതന്ത്ര അംഗങ്ങളുടെ നിലപാടും കോർപ്പറേഷൻ ഭരണത്തിൽ നിർണായകമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി മരിച്ച വിഴിഞ്ഞത്ത് ജനുവരി 12-നാണ് തെരഞ്ഞെടുപ്പ്. 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ ഒരു സീറ്റിൽ 9 സ്ഥാനാർത്ഥികൾ ഇതുവരെ മാത്രം പത്രിക നൽകിയിട്ടുണ്ട്. മേയർ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം 26-നാണ് നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-നുമാണ് നടക്കുക. തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നും മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്നുമാണ് LDF UDF-ന്റെ വിലയിരുത്തൽ. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് UDF അറിയിച്ചിട്ടുമുണ്ട്. സ്ഥാനാർത്ഥി 24-ന് തീരുമാനിക്കും. 24-ന് കൗൺസിലർമാരുടെ യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അതേസമയം 4 പതിറ്റാണ്ട് നീണ്ട ഇടതുഭരണം അവസാനിപ്പിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി അധികാരത്തിലേക്ക് എത്തുന്നത്. വലിയ ആവേശത്തോടെയാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനൊപ്പം അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയത്. അപ്രത്യക്ഷിത തിരിച്ചടിയുടെ ആഘാതം ഇടതുമുന്നണിക്കുണ്ടെങ്കിലും സത്യപ്രതിജ്ഞാ ഹാളിലെ ആവേശക്കാഴ്ചകൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യവാചകം ചൊല്ലിയാണ് UDF നില. 2 സ്വതന്ത്രാംഗങ്ങളുടെ നിലപാടും കോർപ്പറേഷൻ ഭരണത്തിൽ നിർണായകമാകും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് കാരണം സംഘടനാപരമായ വീഴ്ചയെന്നാണ് CPM വിമർശനം. CPM ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഈ വിമർശനം ഉയർന്നത്. ചുമതലപ്പെടുത്തിയവർ ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെന്നും പല വാർഡുകളും ജയിച്ചെന്ന പ്രതീതി ഉണ്ടാക്കി പ്രവർത്തനം ഉഴപ്പിയെന്നുമാണ് വിമർശനം. സ്വന്തം വാർഡ് ഉപേക്ഷിച്ച മറ്റു വാർഡുകളിൽ പ്രവർത്തനത്തിന് പോയി. സഖ്യകക്ഷികൾക്കുണ്ടായ പരാജയവും തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.